ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇരുമ്പമ്പുളി കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇരുമ്പമ്പുളി പരിപ്പും കൂടിയിട്ടാണ് കേട്ടോ വയ്ക്കാൻ പോണത്. അതിന് ചെറിയ ഇരുമ്പമ്പുളി വേണം കേട്ടോ. വലിയ ഇരുമ്പമ്പുളി ആയാൽ ഭയങ്കര പുളിയാവും. അപ്പോൾ ചെറുതെടുത്ത് എപ്പോഴും കറി വയ്ക്കുക നല്ലത്. അച്ചാറുണ്ടാക്കാനായാലും ഇത്തിരി ചെറിയ ഇരുമ്പമ്പുളി നോക്കിയിട്ട് എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് ഇരുമ്പുളി അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കിഡ്നി സ്റ്റോൺ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും ഇരുമ്പുളിയുടെ കാലായ മിക്ക ദിവസവും ഇരുമ്പുളി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തേക്കണതാണ് കേട്ടോ. അച്ചാറുണ്ടാക്കാനായാലും ഞങ്ങൾ ഇതേപോലെയാണ് ഉണ്ടാക്കാറ്, അരിയാറ്. പിന്നെ മീൻ കറിയൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നീളത്തിൽ അരിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കൂട്ടാൻ വയ്ക്കാനാണ്. അപ്പോൾ ഇരുമ്പുളിയും പരിപ്പും കൂടിയിട്ട് നാളികേരം അരച്ച് വയ്ക്കാനാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ ചെറിയ ഇരുമ്പുളി കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പരിപ്പ് ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും അരച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഇരുമ്പുളിയുടെ കാലമായി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇരുമ്പുളി ഞാൻ കഴിയണ വരെ ഇരുമ്പുളി കൂട്ടാനും വയ്ക്കും, അച്ചാറും ഉണ്ടാക്കും. അപ്പോൾ പരിപ്പ് ആദ്യം എന്താ വേവിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇരുമ്പുളി ഇട്ടിട്ട് 2 വിസിലും കൂടിയും കേൾപ്പിക്കണം. 2 വിസിലും കൂടി അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇരുമ്പുളി വേവും പെട്ടെന്ന്. അപ്പോൾ ഇരുമ്പുളി അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചില ആൾക്കാർക്കൊന്നും ഇരുമ്പുളി ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊരു ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. ഒരു രണ്ടോ അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതിൽ അരച്ച് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അപ്പോഴേക്കും തുറന്ന് 2 വിസിൽ കഴിപ്പിച്ചപ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പുളിയും ഇതും. അപ്പോൾ തേങ്ങ അരച്ചത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം തിളയ്ക്കണം കേട്ടോ. ഇത് കിടന്ന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അത് 5 മിനിറ്റ് നേരം തിളയ്ക്കുമ്പോഴേക്കും വറുത്തിടാനുള്ളത് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ വറുത്തിടാൻ. കൂട്ടാൻ തിളച്ചു കേട്ടോ. 5 മിനിറ്റ് നേരം തിളച്ചാൽ മതി. ഇനി അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ചേർത്ത് വയ്ക്കുക. അപ്പോൾ കൂട്ടാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇരുമ്പുളിയും പരിപ്പും ഇതേപോലെ കറി വെച്ച് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയോളൂ കേട്ടോ. നിങ്ങളുടെ പറമ്പിലൊക്കെ ഇരുമ്പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇരുമ്പുളിയും ഇടിയും ചക്കയും ഇതുപോലെ വയ്ക്കാറുണ്ട് പരിപ്പിട്ടിട്ട്, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.